എന്റെ മുന്നിലാ. അയ്യോ മാർക്കോ, നീ എപ്പോഴാ എന്റെ മുറി വന്നേ? എടാ, ഇത് നിന്റെ മുറിയല്ലടാ, ഇത് പൊതുനിരത്താ, സർക്കാരിന്റെ റോഡ്. നീ എന്തിനാ എന്നെ പിടിച്ചോണ്ട് വന്നേ? അനാവശ്യം പറയരുത്. ഞാൻ ബുള്ളറ്റിൽ വരുമ്പോ നീ പ്രജ്ഞ പോയതുപോലെ ഇതുവഴി നടന്നു പോവായിരുന്നു. എന്താടാ, മദ്യം തലക്കി പിടിച്ചാണോ? അയ്യോ, സത്യമായിട്ട് ഞാൻ മദ്യം വെച്ചിട്ടില്ല മാർക്കോ, സത്യം. എനിക്കിപ്പോ ഇങ്ങനെ ഒരു അസുഖമുണ്ട്, രാത്രിയിൽ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്ന അസുഖം. ഇതൊക്കെ എൻ്റെ അമ്മയുടെ ജാലവിദ്യയാ. ഇവൻ വട്ടെടുത്ത് ഓടണം, അത് തന്നെയാ അമ്മയുടെ ഉദ്ദേശം. നീ എന്തിനാ മോനെ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? എന്താ നോക്കിയാല്? ഒന്നുമില്ല. അല്ല, ഞാനിത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ മാർക്കോ. നിന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ അകലെയാണ് നീ ഇപ്പൊ നിൽക്കുന്നത്. അതിപ്പോ സമയത്രേ? 1.5. ഓ, 1.5? ഈ സമയത്ത് ഒരു കാരണവശാലും ഞാൻ പുറത്തിറങ്ങത്തില്ല. പിന്നെ കുറ്റിയിട്ടിരുന്ന മുറിന്ന് ഞാൻ എങ്ങനെ വിളിച്ചാടിയെന്ന് എനിക്കറിയത്തില്ല. നീ ചാടിയതായിരിക്കില്ല, നിന്നെ ചാടിച്ചതാ. അതെ, എന്നെ ചാടിച്ചതാ. എന്റെ പിന്നാലെ ചില ദുരാത്മാക്കളൊക്കെ സഞ്ചരിക്കുന്നുണ്ട് മാർക്കോ. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ എന്നെ ഒന്ന് വീട് വരെ ഒന്ന് ആക്കി തരണം. നിരപരാധികളായ ആൾക്കാരെ കൊല്ലാൻ മടിയില്ലാത്തവനല്ലേ നീ? അങ്ങനെയുള്ള നിന്റെ പിന്നാലെ ആത്മാക്കളൊക്കെ അലഞ്ഞു തിരിയുന്നത് സ്വാഭാവികം. അതിലത്ര വലിയ അത്ഭുതമൊന്നുമില്ല. അങ്ങനെയുള്ള നീ ഇരുട്ടിനെ പേടിക്കണം. നിന്റെ പിന്നാലെ വരുന്ന ആത്മാക്കളെ. അയ്യോ, എനിക്ക് വയ്യാതിരിക്കുക. അങ്ങനെയുള്ള ഞാൻ ഈ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് 1.5 കിലോമീറ്റർ നടക്കാന്ന് വെച്ചാ അത് ഇത്തിരി മണി കട്ടിയാ മോനെ. നീ ഭയന്ന് വിറച്ച് നിൽക്കുന്നുണ്ടാ നിന്നെ ഞാൻ തല്ലാത്തത്. അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കളയാൻ നോക്കിയതൊക്കെ എന്റെ മനസ്സിലുണ്ട്. അയ്യോ, സത്യമായിട്ട് ഞാൻ അതിന് നിരപരാധിയാണ് മാർക്കോ. ഈ സമയത്തിനി നിന്നെ ഞാൻ വിസ്തരിക്കുന്നില്ല. ഈ സ്ഥലം അത്ര നല്ലതല്ല, ഒരുപാട് അപകട മരണങ്ങളുണ്ടായ സ്ഥലമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ നോക്ക്. അല്ലെങ്കിൽ ഏതെങ്കിലും പാണ്ടി ലോറി നിന്റെ നെഞ്ചത്ത് വന്ന് കയറും. അയ്യോ മോനെ, മാർക്കോ എന്നോടെ കൊണ്ടുപോടാ. നീയൊക്കെ ഭയന്ന് തീരേണ്ടവരാ. നിനക്കൊന്ന് എന്റെ വണ്ടിയുടെ പിന്നാലെ ഇരിക്കാനുള്ള യോഗ്യത. അയ്യോ, അങ്ങനെ പറയല്ലേ മാർക്കോ. മാർക്കോ, മാർക്കോടാ മോനെ, എടാ എന്നോട് കൊണ്ടുപോടാ. ഞാനോട് ഒന്ന് കയറട്ടാ മാർക്കോ, ഞാനോടെ കയറട്ടാ. അയ്യോ അയ്യോ അയ്യോ. പിന്നെ ഇത് ഇവിടെ പോയി കിടക്കുമെന്ന് ആർക്കറിയാം. എത്ര നേരമായി? ഓ, ഇവനിത് എവിടെ പോയി കിടക്കുവാണോ? കതക് തുറക്കുന്ന കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പൊ കാണാ കതക് മലർക്ക തുറന്നിട്ടിരിക്കുന്നു. അതിനുശേഷം മുറി ചെന്നപ്പോ അവനെ അവിടെ കാണുന്നില്ല. ആർക്കറിയാം എന്താ സംഭവിച്ചെന്ന്.